നിങ്ങൾ ദിവസം മുഴുവൻ നൂറുകണക്കിന് തവണ ശ്വസിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു തവണ പോലും നിങ്ങളുടെ ശ്വാസമാണോ നിങ്ങളെ നയിക്കുന്നത്, അതോ നിങ്ങളാണോ ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങളുടെ ഓരോ ശ്വാസവും നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരു സ്വിച്ച് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? നിങ്ങളുടെ ദഹനം, നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മാനസികാവസ്ഥ, എന്തിന് നിങ്ങളുടെ ഭാഗ്യം വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു അദൃശ്യ സ്വിച്ച്. നിങ്ങളത് വിശ്വസിക്കുമോ? ഇന്നത്തെ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണമാണ് കഴിക്കുന്നത്. ഓർഗാനിക് മൾട്ടിവിറ്റാമിനുകൾ, പ്രോട്ടീൻ സമ്പുഷ്ടമായ ഡയറ്റ്. എന്നിട്ടും ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം, ഉത്കണ്ഠ, ക്ഷീണം എന്നിവയാൽ അവൻ വലയുന്നു. മറുവശത്ത് കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ ഒരു ഡയറ്റ് ചാർട്ടും പിന്തുടരുന്നില്ല. അവർക്ക് ഡോക്ടർമാരില്ല. എന്നിട്ടും അവർ ആരോഗ്യവാന്മാരും ശക്തരും പ്രകൃതിയുമായി തികഞ്ഞ സന്തുലിതാവസ്ഥയിലുമാണ്. എന്തുകൊണ്ടാണിങ്ങനെ? നമ്മൾ മറന്നുപോയ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടോ? സുഹൃത്തുക്കളെ, ഇന്ന് നാം ചുരുളഴിക്കാൻ പോകുന്ന രഹസ്യം ഒരു ഭാവനയല്ല. ആധുനിക ന്യൂറോ സയൻസും മെഡിക്കൽ ഗവേഷണങ്ങളും ഇന്ന് പതുക്കെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ശാസ്ത്രമാണിത്. ഈ രഹസ്യത്തിന്റെ പേരാണ് സ്വരശാസ്ത്രം. കഥ തുടങ്ങുന്നത് ഹിമാലയത്തിന്റെ ശാന്തമായ താഴ്വരകളിൽ നിന്നാണ്. മനുഷ്യന് തന്റെ ശരീരം, മനസ്സ്, ഭാഗ്യം എന്നിവയെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്ന് പാർവതീദേവി പരമശിവനോട് ചോദിച്ചു എന്ന് പറയപ്പെടുന്നു. അന്ന് പരമശിവൻ നൽകിയ ഉത്തരമാണ് പിന്നീട് സ്വരോദയശാസ്ത്രം എന്നറിയപ്പെട്ടത്. ഇന്ന് നമ്മൾ ശ്വസനത്തെ ഓക്സിജൻ എടുക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതിനുമുള്ള ഒരു പ്രക്രിയയായി മാത്രമാണ് കാണുന്നത്. എന്നാൽ സത്യം അതിനേക്കാൾ വളരെ ആഴത്തിലുള്ളതാണ്. നമ്മുടെ ശ്വാസം ശ്വാസകോശത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ഇത് നമ്മുടെ തലച്ചോറുമായും നാഡീവ്യവസ്ഥയുമായും ഹോർമോണുകളുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ വളരെ ലളിതവും എന്നാൽ ആശ്ചര്യപ്പെടുത്തുന്നതുമായ ഒരു പരീക്ഷണം ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൂക്കിന് താഴെ വിരൽ വെച്ച് 2 നാസാദ്വാരങ്ങളിൽ നിന്നും തുല്യമായി കാറ്റ് വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ല, എപ്പോഴും ഒരു നാസാദ്വാരം കൂടുതൽ സജീവമായിരിക്കും, മറ്റേത് കുറച്ചും. ശാസ്ത്രത്തിൽ ഇതിനെ നേസൽ സൈക്കിൾ എന്ന് വിളിക്കുന്നു. ഇത് ഓരോ 60 മുതൽ 90 മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ യഥാർത്ഥ കളി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. വലത് നാസാദ്വാരം സജീവമാകുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു ആക്ഷൻ മോഡിലേക്ക് മാറുന്നു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് അല്പം വർദ്ധിക്കുന്നു, ശരീരം ചൂടാകുന്നു, ദഹനം വേഗത്തിലാകുന്നു, നിങ്ങൾക്ക് കൂടുതൽ ഏകാഗ്രതയും ഊർജ്ജവും അനുഭവപ്പെടുന്നു. യോഗയിൽ ഇതിനെ സൂര്യസ്വരം അല്ലെങ്കിൽ പിംഗലനാഡി എന്ന് വിളിക്കുന്നു. ഇടത് നാസാദ്വാരം സജീവമാകുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു റിലാക്സ് മോഡിലേക്ക് മാറുന്നു. നിങ്ങൾ ശാന്തനാകുന്നു, തണുപ്പ് അനുഭവപ്പെടുന്നു, നിങ്ങളുടെ മനസ്സ് കൂടുതൽ സർഗാത്മകവും വൈകാരികവുമാകുന്നു. ഇതിനെ ചന്ദ്രസ്വരം അല്ലെങ്കിൽ ഇടാനാഡി എന്ന് വിളിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സംവിധാനം മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ശ്വാസം മാറ്റാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ലേ? നിങ്ങളുടെ ക്ഷീണം, നിങ്ങളുടെ ഉത്കണ്ഠ, നിങ്ങളുടെ ദഹനപ്രശ്നങ്ങൾ ഇവയെല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ലേ? പുരാതന യോഗയും ആധുനിക ശാസ്ത്രവും ഒന്നിക്കുന്ന പോയിന്റാണിത്. ഇവിടെ നിന്നാണ് നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാത്ത നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയിലേക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ ശ്വാസത്തിന് നിങ്ങളുടെ ഭക്ഷണത്തെ എങ്ങനെ അമൃതോ വിഷമോ ആക്കി മാറ്റാൻ കഴിയും എന്ന് നിങ്ങൾ ഇനി അറിയാൻ പോകുന്നു. വെറും 2 മിനിറ്റ് ശരിയായ ശ്വസനം നിങ്ങളുടെ ശരീരത്തിന്റെ കെമിസ്ട്രി എങ്ങനെ മാറ്റുമെന്നും മരുന്നുകളില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ശരീരത്തെ സുഖപ്പെടുത്താമെന്നും നിങ്ങൾ മനസ്സിലാക്കും. അതിനാൽ കാത്തിരിക്കുക, കാരണം ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ ചിന്താരീതിയെ എന്നേക്കുമായി മാറ്റും. നിങ്ങളുടെ ശ്വാസം വെറും വായുവല്ല, നിങ്ങളുടെ ശരീരത്തിന്റെ കൺട്രോൾ സിസ്റ്റമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ നിങ്ങളുടെ പ്രയോജനത്തിനായി നിങ്ങൾക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാൻ കഴിയുമോ? ഉത്തരം അതെ എന്നാണ്. സ്വരശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രായോഗികവും മാന്ത്രികവുമായ ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണെന്ന് കരുതുക. എന്നാൽ ഭക്ഷണം മാത്രമല്ല, നിങ്ങൾ ഏതവസ്ഥയിലാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നതും പ്രധാനമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആയുർവേദം ഇതിനെ ജഠരാഗ്നി എന്നും ആധുനിക ശാസ്ത്രം ഇതിനെ ഡൈജസ്റ്റീവ് എൻസൈമുകൾ എന്നും ബ്ലഡ് ഫ്ലോ എന്നും വിളിക്കുന്നു. രണ്ടിന്റെയും അർത്ഥം ഒന്നുതന്നെയാണ്: നിങ്ങളുടെ ശരീരം ഭക്ഷണം ദഹിപ്പിക്കാൻ തയ്യാറാണോ അല്ലയോ എന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. നിങ്ങൾ ചപ്പാത്തിപ്പരിപ്പ്, പനീർ അല്ലെങ്കിൽ വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ വലത് സ്വരം സജീവമായിരിക്കണം. കാരണം ഇത് ശരീരത്തിൽ ചൂട്, ഊർജ്ജം, ദഹനശക്തി എന്നിവ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ആ സമയത്ത് നിങ്ങളുടെ ഇടത് സ്വരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഭക്ഷണം പൂർണ്ണമായും ദഹിക്കില്ല. അത് വയറ്റിൽ കിടന്ന് പുളിക്കുകയും പതുക്കെ ഗ്യാസ്, അസിഡിറ്റി, ഭാരം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. ഇതുകൊണ്ടാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചിട്ടും ഇന്ന് പലരും രോഗികളാകുന്നത്.
കാരണം പ്രശ്നം ഭക്ഷണത്തിലല്ല, ശരീരത്തിന്റെ അവസ്ഥയിലാണ്. ഇനി പരിഹാരം എന്താണ്? വളരെ ലളിതം. ഇടത് സ്വരമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഹെവിയായ ഭക്ഷണം കഴിക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങളുടെ ഇടത് നാസാദ്വാരം ചെറുതായി അടച്ച് 2-3 മിനിറ്റ് വലത് നാസാദ്വാരത്തിലൂടെ ആഴത്തിൽ ശ്വാസമെടുത്ത് പുറത്തുവിടുക. വെറും ചുരുങ്ങിയ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ശരീരം ഡൈജഷൻ മോഡിലേക്ക് വരും മുമ്പ് നിങ്ങളെ രോഗിയാക്കുമായിരുന്ന ഇതേ ഭക്ഷണം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് കരുത്ത് നൽകും. ഇനി ഇതിന്റെ വിപരീതം നോക്കാം. നിങ്ങൾ ജ്യൂസ്, മോര്, കരിക്കിൻ വെള്ളം തുടങ്ങിയ തണുത്ത കാര്യങ്ങളാണ് കുടിക്കുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ഇടത് സ്വരം സജീവമായിരിക്കണം, കാരണം ഇത് ശരീരത്തെ തണുപ്പിക്കുകയും ശാന്തമാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ശരീരം ഒരു യന്ത്രമല്ല, ഇതൊരു ഇന്റലിജന്റ് സിസ്റ്റമാണ്. നിങ്ങളുടെ ശ്വാസമാണ് അതിന്റെ റിമോട്ട് കൺട്രോൾ. എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല. ഒട്ടുമിക്ക ആളുകൾക്കുമുള്ള പ്രശ്നത്തിലേക്ക് വരാം: മലബന്ധം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വയറു ശരിയായി പോയില്ലെങ്കിൽ ദിവസം മുഴുവൻ ഭാരവും മടിയും ദേഷ്യവും അനുഭവപ്പെടും. ഇതിനും സ്വരശാസ്ത്രത്തിൽ പരിഹാരമുണ്ട്. രാവിലെ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ ഇടത് നാസാദ്വാരം ചെറുതായി അടച്ചുപിടിച്ച് വലത് മൂക്കിലൂടെ മാത്രം ശ്വസിക്കുക. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചൂടുണ്ടാകുകയും അത് കുടലിനെ സജീവമാക്കുകയും വയറ് പെട്ടെന്ന് ക്ലീനാകുകയും ചെയ്യും. യോഗയിൽ ഇതിനെ സൂര്യഭേദി പ്രാണായാമം എന്ന് വിളിക്കുന്നു. ആളുകൾ വർഷങ്ങളോളം മരുന്നുകൾ കഴിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങളുടെ ശ്വാസത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് ഇതിനേക്കാൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ ശ്വാസത്തിന് നിങ്ങളുടെ തലച്ചോറിനെയും ചിന്തകളെയും വേദനയെയും നിയന്ത്രിക്കാൻ കഴിയുമോ? ഇതിന്റെ തുടർന്നുള്ള ഭാഗം, ഈ ശാസ്ത്രത്തിന്റെ ഏറ്റവും ശക്തമായ ഭാഗം, നിങ്ങൾക്കായി തുറക്കാൻ പോകുന്നു. പെട്ടെന്ന് നിങ്ങളുടെ മൂഡ് മാറുകയോ കാരണമില്ലാതെ ഉത്കണ്ഠയോ സങ്കടമോ അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് എനിക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ സത്യം, ആ സമയത്ത് മാറിയത് നിങ്ങളുടെ മനസ്സല്ല, നിങ്ങളുടെ ശ്വാസമാണ്. ദേഷ്യം വരുമ്പോൾ ശ്വാസം വേഗത്തിലും ചെറുതുമാകുന്നു. ശാന്തമായിരിക്കുമ്പോൾ ശ്വാസം ആഴത്തിലുള്ളതും സാവധാനത്തിലുമാകുന്നു. നിങ്ങളുടെ വികാരങ്ങളെ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ശ്വാസത്തെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് മനസ്സിനെ മാറ്റാൻ കഴിയുമോ? സ്വരശാസ്ത്രം പറയുന്നു, തീർച്ചയായും കഴിയും. വളരെ ശക്തമായൊരു പരീക്ഷണം മനസ്സിലാക്കുക. തലവേദനയോ മൈഗ്രെയിനോ വരുമ്പോൾ നിങ്ങൾ ഉടൻ മരുന്ന് കഴിക്കുന്നു. എന്നാൽ ആ സമയത്ത് ഏത് മൂക്കാണ് സജീവമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് മൂക്കിലൂടെയാണോ കൂടുതൽ ശ്വാസം വരുന്നത് അത് അടച്ചുപിടിച്ച് മറ്റേ മൂക്കിലൂടെ ആഴത്തിൽ ശ്വസിക്കാൻ തുടങ്ങുക എന്ന് സ്വരശാസ്ത്രം പറയുന്നു. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ വേദന കുറയുന്നതായും അത് പതുക്കെ അപ്രത്യക്ഷമാകുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. ശാസ്ത്രീയമായി ഇത് തലച്ചോറിന്റെ ഇരുവശങ്ങൾക്കുമിടയിലുള്ള രക്തപ്രവാഹവും ഊർജവും സന്തുലിതമാക്കുന്നു. ഈ സന്തുലിതാവസ്ഥയാണ് വേദന ഇല്ലാതാക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം, നമ്മുടെ ശ്വാസത്തിന് നമ്മുടെ ഭാഗ്യം മാറ്റാൻ കഴിയുമോ? പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രാണനാണ് ജീവൻ എന്നാണ്. നിങ്ങളുടെ ശ്വാസമാണ് നിങ്ങളുടെ ഊർജം. നിങ്ങളുടെ ഊർജമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. നിങ്ങളുടെ ശ്വാസത്തെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. സ്വന്തം ശ്വാസത്തെ നിയന്ത്രിക്കുന്നവൻ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്നറിയാമായിരുന്നതുകൊണ്ടാണ് പുരാതന ഇന്ത്യക്കാർ ധ്യാനത്തിനും പ്രാണായാമത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകിയത്. ഓരോ മനുഷ്യനും പിരിമുറുക്കത്തോടും ഭയത്തോടും രോഗത്തോടും പോരാടുന്ന ഇന്നത്തെ ലോകത്ത് ഈ അറിവ് ഒരു അത്ഭുതത്തിൽ കുറവല്ല. ഇതൊരു അന്ധവിശ്വാസമല്ല, ഇതൊരു ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയും. അതിനാൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ സെക്കൻഡിൽ നിങ്ങളുടെ ഏത് മൂക്കാണ് കൂടുതൽ സജീവമായിരിക്കുന്നത്? നിങ്ങളുടെ മൂഡ് അതിനനുസരിച്ചാണോ ഉള്ളത്? ഇത് ഇപ്പോൾ തന്നെ പരിശോധിക്കുക. എന്നിട്ട് തീർച്ചയായും കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ചെറിയ അനുഭവം മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നേക്കാം. ഈ അറിവ് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തയ്യാറാകുക. കാരണം ഇതൊരു തുടക്കം മാത്രമാണ്. യഥാർത്ഥ യാത്ര ഇപ്പോൾ തുടങ്ങുന്നു. നിങ്ങളുടെ ശ്വാസം വെറും ജീവൻ നിലനിർത്താനുള്ള ഉപാധി മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിന്റെയും തലച്ചോറിന്റെയും വികാരങ്ങളുടെയും കൺട്രോൾ സിസ്റ്റമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് ഈ മുഴുവൻ ശാസ്ത്രത്തിന്റെയും ഏറ്റവും ആഴത്തിലുള്ളതും ശക്തവും നിഗൂഢവുമായ ഭാഗമാണ്. പുരാതന കാലത്ത് എല്ലാവരോടും പറയാതിരുന്ന ഒരു രഹസ്യം. കാരണം ആരെങ്കിലും ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ അവന് സ്വന്തം ശരീരത്തെ മാത്രമല്ല, സ്വന്തം തീരുമാനങ്ങളെയും കർമ്മങ്ങളെയും ജീവിതത്തിന്റെ ദിശയെയും മാറ്റാൻ കഴിയും. നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാം ശരിയായി ചെയ്തിട്ടും അവസാന നിമിഷം കാര്യങ്ങൾ കൈവിട്ടുപോയതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വലിയ പരിശ്രമങ്ങളില്ലാതെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ടോ? ആളുകൾ ഇതിനെ ഭാഗ്യം എന്ന് വിളിക്കുന്നു. എന്നാൽ സ്വരശാസ്ത്രം പറയുന്നു ഇത് വെറും ഭാഗ്യമല്ല, ഇത് നിങ്ങളുടെ ആന്തരിക ഊർജത്തിന്റെ ദിശയാണ്.
ഈ ദിശയെ നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ശ്വാസമാണ്. എല്ലാ കാര്യങ്ങൾക്കും ശരിയായ ഒരു സമയമുണ്ടെന്നും ആ സമയം തിരിച്ചറിയാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം നിങ്ങളുടെ സ്വരമാണെന്നും പുരാതന യോഗഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ വലത് സ്വരം അഥവാ സൂര്യസ്വരം പ്രവർത്തിക്കുമ്പോൾ അത് തീരുമാനങ്ങൾ എടുക്കാനും കഠിനമായ കാര്യങ്ങൾ ചെയ്യാനും ഇന്റർവ്യൂ മീറ്റിംഗ് അല്ലെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കാനുമുള്ള സമയമാണ്. കാരണം ഈ സമയത്ത് നിങ്ങളുടെ ശരീരം ആക്റ്റീവ് മോഡിലായിരിക്കും, നിങ്ങളുടെ ചിന്തകൾ വേഗത്തിലാകും, ആത്മവിശ്വാസം വർദ്ധിക്കും, തലച്ചോറ് യുക്തിസഹവും ഏകാഗ്രവുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഇടത് സ്വരം അഥവാ ചന്ദ്രസ്വരം പ്രവർത്തിക്കുമ്പോൾ അത് സർഗാത്മകമായ കാര്യങ്ങൾ ചെയ്യാനും ധ്യാനത്തിനും ബന്ധങ്ങളിൽ സംസാരിക്കാനും ശാന്തവും സൂക്ഷ്മവുമായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് കൂടുതൽ വൈകാരികവും സെൻസിറ്റീവും ക്രിയേറ്റീവുമായിരിക്കും. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. തെറ്റായ സമയത്ത് തെറ്റായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ ഫലം ലഭിക്കുമോ? ഇല്ല. പൂർണ്ണമായി അധ്വാനിച്ചിട്ടും പലപ്പോഴും നാം പരാജയപ്പെടുന്നത് നാം നമ്മുടെ ആന്തരിക ടൈമിംഗ് സിസ്റ്റത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ ഈ സിസ്റ്റം മനസ്സിലാക്കുകയും നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ സ്വരത്തിനനുസരിച്ച് ക്രമീകരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വിജയസാധ്യത പല മടങ്ങ് വർദ്ധിക്കും. ഇനി ഈ ശാസ്ത്രത്തിന്റെ ഏറ്റവും ഉയർന്നതും നിഗൂഢവുമായ ഭാഗം വരുന്നു. നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളുടെ സ്വരം മാറ്റാൻ കഴിയുമോ? ഉത്തരം അതെ എന്നാണ്. ഇതിന് ലളിതമായ പല വഴികളുമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വലത് സ്വരം സജീവമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇടതുവശം ചരിഞ്ഞുകിടക്കുക. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ വലത് സ്വരം പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഇടത് സ്വരം സജീവമാക്കണമെങ്കിൽ വലതുവശം ചരിഞ്ഞുകിടക്കുക. നിങ്ങളുടെ കൈകളുടെയോ ശരീരത്തിന്റെയോ നില മാറ്റുന്നതിലൂടെയും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് സ്വരം മാറ്റാൻ കഴിയും. എന്നാൽ യഥാർത്ഥ ശക്തി ഈ വിദ്യകളിലല്ല. യഥാർത്ഥ ശക്തി അവബോധത്തിലാണ്. ഓരോ 1-2 മണിക്കൂറിലും നിങ്ങളുടെ ഏത് സ്വരമാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ക്രമേണ നിങ്ങളുടെ ശരീരത്തിന്റെ ഓട്ടോപൈലറ്റ് സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നീട് ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല നിങ്ങളുടെ പ്രതികരണങ്ങളെയും ശീലങ്ങളെയും തീരുമാനങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എന്നേക്കുമായി മാറ്റിയേക്കാവുന്ന ഈ ശാസ്ത്രത്തിന്റെ ഏറ്റവും നിഗൂഢമായ വശം ഇതാണ്. 2 നാസാദ്വാരങ്ങളും തുല്യമായി സജീവമാകുമ്പോൾ മൂന്നാമതൊരു ഊർജം ഉണരുന്നു എന്ന് പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സുഷുമ്നാ നാഡി എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥ വളരെ അപൂർവമാണ്. ഇത് സാധാരണയായി ധ്യാനത്തിലോ അഗാധമായ സമാധാനത്തിലോ ആത്മീയ അവസ്ഥയിലോ മാത്രമേ സംഭവിക്കൂ. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമായിരിക്കും. നിങ്ങളുടെ ചിന്തകൾ നിലയ്ക്കും. കേവലം ഒരു സാന്നിധ്യം മാത്രമുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. ആധുനിക ന്യൂറോ സയൻസ് ഇതിനെ ഫ്ലോ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡീപ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. അവിടെ മനുഷ്യൻ തന്റെ പരമാവധി കഴിവ് പുറത്തെടുക്കുന്നു. ഇവിടെയാണ് വലിയ ശാസ്ത്രജ്ഞർ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. കലാകാരന്മാർ അവരുടെ ഏറ്റവും മികച്ച സൃഷ്ടികൾ നിർമ്മിക്കുന്നത്. യോഗികൾ ആത്മജ്ഞാനം നേടുന്നത്. മനഃപൂർവ്വം ഈ അവസ്ഥയിലെത്താൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപക്ഷെ പിരിമുറുക്കത്തിന് നിങ്ങളെ തൊടാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകൾ എപ്പോഴും വ്യക്തമായിരിക്കും. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് സന്തുലിതമായിരിക്കാൻ കഴിയും. ഇതാണ് സ്വരശാസ്ത്രത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. രോഗം ഭേദമാക്കുക മാത്രമല്ല, നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപവുമായി നിങ്ങളെ ബന്ധിപ്പിക്കുക എന്നതാണ്. ഓരോ മനുഷ്യനും പുറത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഇന്നത്തെ ലോകത്ത് യഥാർത്ഥ ശക്തി പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണെന്ന് ഈ ശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ശ്വാസത്തിലാണ്, നിങ്ങളുടെ പ്രാണനിലാണ് അതുള്ളത്. ഈ ശക്തി നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാഹ്യ സഹായവും ആവശ്യമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം ഡോക്ടറാകും, നിങ്ങളുടെ സ്വന്തം വഴികാട്ടിയാകും, നിങ്ങളുടെ സ്വന്തം ഹീലറാകും. ഈ വീഡിയോ അവസാനിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഒരു ചെറിയ പരീക്ഷണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒരു വലിയ ശ്വാസം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസം എങ്ങനെ ഉള്ളിലേക്ക് പോകുന്നുവെന്നും എങ്ങനെ പുറത്തേക്ക് വരുന്നുവെന്നും വെറും 10 സെക്കൻഡ് നേരത്തേക്ക് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ എന്റെ ശ്വാസത്തെ നിയന്ത്രിക്കുകയാണോ അതോ എന്റെ ശ്വാസം എന്നെ നിയന്ത്രിക്കുകയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ സത്യസന്ധമായി കണ്ടെത്തിയാൽ ഈ മുഴുവൻ ശാസ്ത്രത്തിന്റെയും ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചുവടുവെപ്പ് നിങ്ങൾ നടത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഏത് സ്വരമാണ് സജീവമായിരിക്കുന്നതെന്നും ഈ ശാസ്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നും കമന്റ് ചെയ്യുക. ഓർക്കുക, ഇതൊരു അറിവ് മാത്രമല്ല, ഇതൊരു അനുഭവമാണ്. ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്ന അതേ വ്യക്തിയായിരിക്കില്ല. നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ ശക്തനും കൂടുതൽ ബോധവാനും കൂടുതൽ ഊർജ്ജസ്വലനുമാകും. നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഇത്രയും കാലമായി കാത്തിരുന്ന മാറ്റം ഒരുപക്ഷെ ഇതായിരിക്കാം. നിങ്ങളുടെ ശ്വാസം വെറും ഓക്സിജൻ അല്ലെന്നും
അത് നിങ്ങളുടെ ശരീരത്തിന്റെ റിമോട്ട് കൺട്രോളും മനസ്സിന്റെ സ്വിച്ചും ഊർജ്ജത്തിന്റെ ഉറവിടവുമാണെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. എന്നാൽ ഇനി നിങ്ങൾ അറിയാൻ പോകുന്നത് ഈ മുഴുവൻ യാത്രയുടെയും അവസാനത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ സത്യമാണ്. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആരോഗ്യം, വിജയം, ആത്മീയത എന്നിവ വെവ്വേറെ കാര്യങ്ങളായിരിക്കില്ല, മറിച്ച് ഒരൊറ്റ അനുഭവമായി മാറും. ഒരു നിമിഷം നിൽക്കുക, എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൊബൈൽ പിരിമുറുക്കം, തിടുക്കം, ദിവസം മുഴുവൻ ഓട്ടം, രാത്രിയിൽ തളർന്നുറങ്ങുക. ഇതാണോ ജീവിതം? അതോ ജീവിതത്തിന് എന്തെങ്കിലും ആഴത്തിലുള്ള ലക്ഷ്യമുണ്ടോ? ഈ ദൈനംദിന ഓട്ടത്തേക്കാൾ ഉയർന്ന എന്തെങ്കിലും അനുഭവം? സ്വരശാസ്ത്രം പറയുന്നു അതേ ഉണ്ടെന്ന്. എന്നാൽ ആ അനുഭവത്തിലെത്താനുള്ള വഴി പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. ആ വഴിയുടെ വാതിൽ നിങ്ങളുടെ ശ്വാസമാണ്. പുരാതന ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്, ശ്വാസം എങ്ങനെയോ അങ്ങനെയായിരിക്കും ചിന്ത, ചിന്ത എങ്ങനെയോ അങ്ങനെയായിരിക്കും ജീവിതം. ഇപ്പോൾ ഇത് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ ശ്വാസം അസന്തുലിതമാകുമ്പോൾ നിങ്ങളുടെ നാഡീവ്യൂഹവും അസന്തുലിതമാകുന്നു. ചിലപ്പോൾ നിങ്ങൾ ഓവർ ആക്റ്റീവ് ആകുന്നു, ചിലപ്പോൾ നിങ്ങൾക്ക് മടിയും ക്ഷീണവും അനുഭവപ്പെടുന്നു, ചിലപ്പോൾ കാരണമില്ലാത്ത ഉത്കണ്ഠയും ഭയവും ഉണ്ടാകുന്നു. എന്നാൽ നിങ്ങളുടെ ശ്വാസം സന്തുലിതമാകുമ്പോൾ എല്ലാം സിങ്കിലാകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ശരീരമെത്തുന്നു. ഹൃദയമിടിപ്പ്, ബ്രെയിൻ വേവ്സ്, ഹോർമോണുകൾ, നിങ്ങളുടെ ചിന്തകൾ എന്നിവയെല്ലാം. ഇതിനെ കൊഹറൻസ് എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിലാണ് മനുഷ്യൻ തന്റെ ഉയർന്ന ശക്തിയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ചോദ്യം ഇതാണ്, ഈ അവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേരാം? ഇവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ മുതൽ പ്രയോഗിക്കാൻ കഴിയുന്ന സ്വരശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിശീലനം വരുന്നത്. ആദ്യപടി അവബോധം. ദിവസത്തിൽ 4-5 തവണ വെറും 10 സെക്കൻഡ് നിർത്തി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഏത് മൂക്കാണ് സജീവമായിരിക്കുന്നത്? നിങ്ങളുടെ ശ്വാസം വേഗത്തിലാണോ അതോ സാവധാനത്തിലാണോ? നിങ്ങളുടെ മൂഡ് എങ്ങനെയുണ്ട്? പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ പാറ്റേണുകൾ മനസ്സിലാക്കാൻ തുടങ്ങും. രണ്ടാമത്തെ പടി നിയന്ത്രണം. നിങ്ങളുടെ മൂഡ് ശരിയല്ലെന്നോ നിങ്ങൾ സമ്മർദ്ദത്തിലാണെന്നോ തോന്നുമ്പോൾ ഉടൻ തന്നെ ശ്വാസം പതുക്കിയാക്കാനും ആഴത്തിലാക്കാനും തുടങ്ങുക. 4 സെക്കൻഡിൽ ശ്വാസമെടുക്കുക, 4 സെക്കൻഡ് പിടിച്ചു നിർത്തുക, 4 സെക്കൻഡിൽ പുറത്തുവിടുക. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകാൻ തുടങ്ങും, ചിന്തകൾ വ്യക്തമാകും, നിങ്ങൾ വീണ്ടും നിയന്ത്രണം വീണ്ടെടുക്കും. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പടി സന്തുലിതാവസ്ഥ. നിങ്ങൾ പതിവായി ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ക്രമേണ നിങ്ങളുടെ 2 സ്വരങ്ങളും സന്തുലിതമാകാൻ തുടങ്ങും. അങ്ങനെ സുഷുമ്ന അവസ്ഥ അനുഭവപ്പെടുന്ന ഒരു സമയം വരും. ഭയമോ ചിന്തകളോ ഇല്ലാത്ത കേവലം അഗാധമായ സമാധാനം മാത്രമുള്ള അതേ അവസ്ഥ. ഈ അവസ്ഥയിലാണ് മനുഷ്യൻ തന്റെ യഥാർത്ഥ സ്വഭാവം അനുഭവിക്കുന്നത്. സ്വരശാസ്ത്രം വെറുമൊരു സാങ്കേതിക വിദ്യയല്ല, ഇത് ജീവിക്കാനുള്ള ഒരു രീതിയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ സത്യസന്ധവും നേരിട്ടുള്ളതുമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? അതോ വെറുതെ കേൾക്കാനും പിന്നീട് മറക്കാനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കാരണം എല്ലാ ദിവസവും ചെറിയ ചെറിയ ചുവടുവെപ്പുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ ഈ അറിവ് പ്രവർത്തിക്കൂ എന്നതാണ് സത്യം. ദിവസവും വെറും 5-10 മിനിറ്റ് നിങ്ങളുടെ ശ്വാസവുമായി നിങ്ങൾ കണക്ട് ചെയ്താൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും, നിങ്ങളുടെ ഊർജ്ജം വർദ്ധിക്കും, ചിന്തകൾ മുമ്പത്തേക്കാൾ കൂടുതൽ വ്യക്തമാകും, പതുക്കെ നിങ്ങൾ പഴയ ആളല്ലെന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ കൂടുതൽ അവബോധമുള്ളവനും കൂടുതൽ സന്തുലിതനുമാണ്. ഏറ്റവും പ്രധാനമായി നിങ്ങൾ നിങ്ങളോട് തന്നെ കൂടുതൽ അടുത്തിരിക്കുന്നു. ഇതാണ് ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം. പുറത്തൊന്നും നേടാനല്ല, മറിച്ച് ഉള്ളിൽ മുമ്പേയുള്ളത് തിരിച്ചറിയാനാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ ഒരു അവസാന പരീക്ഷണം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒരു വലിയ ശ്വാസമെടുത്ത് പതുക്കെ പുറത്തുവിടുക. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ സ്പർശിക്കുന്നുവെന്നും നിങ്ങളുടെ മനസ്സെങ്ങനെ ശാന്തമാകുന്നുവെന്നും ഒരു ചെറിയ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ പടരുന്നുവെന്നും ഇപ്പോൾ അനുഭവിക്കുക. ഇതാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന അനുഭവം. അതെപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ സമാധാനം അനുഭവപ്പെട്ടോ എന്നും ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണോ എന്നും തീർച്ചയായും കമന്റ് ചെയ്യുക. കാരണം ഇതൊരു അവസാനമല്ല, ഒരു യാത്രയുടെ തുടക്കമാണ്. അവിടെ നിങ്ങൾ നിങ്ങളെത്തന്നെ അറിയുകയും നിങ്ങളെത്തന്നെ മനസ്സിലാക്കുകയും അവസാനം നിങ്ങളെത്തന്നെ കണ്ടെത്തുകയും ചെയ്യും. ഈ കണ്ടുമുട്ടൽ സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ യാതൊരു കുറവുമില്ല. വെറും സമാധാനം, വെറും സന്തുലിതാവസ്ഥ, ഏതെങ്കിലും ബാഹ്യമായ കാര്യത്തെ ആശ്രയിക്കാത്ത അഗാധമായ സന്തോഷം മാത്രം. ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഇത്രയും കാലം തെരഞ്ഞുകൊണ്ടിരുന്നതും ഇതുതന്നെയായിരിക്കാം. ഇതുവരെ നിങ്ങൾ അറിഞ്ഞത് വെറുമൊരു അറിവായിരുന്നില്ല, അതൊരു വാതിലായിരുന്നു. നിങ്ങളുടെ ശരീരവുമായും മനസ്സുമായും ഇപ്പോൾ നിങ്ങളുടെ ബോധവുമായും നിങ്ങളെ ബന്ധിപ്പിക്കാൻ പോകുന്ന ഒരു വാതിൽ.
എന്നാൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ യാത്രയുടെ അവസാനത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ സത്യമാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ ഭയത്തിന്റെ അസ്തിത്വം അവസാനിച്ചേക്കാം, സമ്മർദ്ദം നിങ്ങളുടെ പിടിയിൽ നിന്ന് മാറിയേക്കാം, ജീവിതത്തിന് പുതിയൊരു ദിശ കൈവന്നേക്കാം. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ജനിച്ചപ്പോൾ ആദ്യം നടന്നതെന്താണ്? നിങ്ങൾ ശ്വാസമെടുത്തിരുന്നു. നിങ്ങൾ ഈ ലോകം വിട്ടുപോകുമ്പോൾ അവസാനമായി സംഭവിക്കുന്നത് എന്തായിരിക്കും? നിങ്ങളുടെ ശ്വാസം നിലയ്ക്കും. അതായത് നിങ്ങളുടെ മുഴുവൻ ജീവിതവും നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ശ്വാസത്തിനിടയിലുള്ള കഥയാണ്. എന്നാൽ ഇടയിൽ നമ്മൾ നമ്മുടെ ശ്വാസത്തെ മറക്കുന്നു. നമ്മൾ പുറത്തുള്ള ലോകത്തിൽ എന്തുമാത്രം നഷ്ടപ്പെടുന്നുവെന്നാൽ നമ്മുടെ ഉള്ളിലെ ലോകത്തെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. സ്വരശാസ്ത്രം പറയുന്നു, സ്വന്തം ശ്വാസത്തെ മനസ്സിലാക്കുന്നവൻ ജീവിതത്തെയും മരണത്തെയും മനസ്സിലാക്കുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ അല്പം ആഴമുള്ളതായി തോന്നാം, എന്നാൽ ഇത് വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാക്കാം. നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുകയോ വളരെ വേഗത്തിലാവുകയോ ചെയ്യുന്നു. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം മൃദുവും സ്വാഭാവികവുമായിരിക്കും. നിങ്ങൾ അഗാധമായ സമാധാനത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം ഏതാണ്ട് ഇല്ലാതാകുന്നതുപോലെയാകും. അതായത് നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ഓരോ അവസ്ഥയുടെയും കണ്ണാടിയാണ്. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം, ഈ കണ്ണാടിയെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമോ എന്നതാണ്. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നതുവരെ നിങ്ങൾക്ക് ശ്വാസത്തെ ശാന്തമാക്കാൻ കഴിയുമോ? ഇവിടെ നിന്നാണ് ധ്യാനത്തിന്റെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. ധ്യാനമെന്നാൽ വെറുതെ കണ്ണടച്ചിരിക്കുക എന്നല്ല. ധ്യാനത്തിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ ശ്വാസവുമായി അത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുക എന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ചിന്തകൾ ക്രമേണ ശാന്തമാകാൻ തുടങ്ങുകയും നിങ്ങളുടെ ഉള്ളിൽ സാക്ഷിഭാവം മാത്രം അവശേഷിക്കുന്ന ഒരു സമയം വരികയും ചെയ്യുന്നു. അതായത് നിങ്ങൾ വെറുതെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു, എന്നാൽ പ്രതികരിക്കുന്നില്ല. ഇത് തന്നെയാണ് ഒരു മനുഷ്യൻ ആദ്യമായി തന്നെ അനുഭവിക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഇത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ ശ്വാസം വളരെ സൂക്ഷ്മവും സാവധാനത്തിലുമാകുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ബീറ്റാ തരംഗങ്ങളിൽ നിന്ന് ആൽഫ തീറ്റ തരംഗങ്ങളിലേക്ക് മാറുന്നു. ഈ അവസ്ഥയിലാണ് ഹീലിംഗ് നടക്കുന്നത്. നിങ്ങളുടെ ശരീരം സ്വയം റിപ്പയർ ചെയ്യുന്നതും നിങ്ങളുടെ ഉപബോധ മനസ്സ് സജീവമാകുന്നതുമായ സ്ഥലം. ആധുനിക ശാസ്ത്രം ഇതിനെ ഡീപ്പ് റിലാക്സേഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ യോഗ ഇതിനെ ധ്യാനം, സമാധി, ആത്മാനുഭവം എന്ന് വിളിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദിവസവും 10-15 മിനിറ്റ് നിങ്ങൾ ഈ അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകും? നിങ്ങളുടെ സമ്മർദ്ദം അവസാനിക്കും. നിങ്ങളുടെ ചിന്തകൾ വളരെ വ്യക്തമാകും. എല്ലാത്തിനെയും കാണാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല. ഇതൊരു ഒറ്റ ദിവസത്തെ പരിഹാരവുമല്ല. ഇതൊരു പ്രക്രിയയാണ്, ഒരു യാത്രയാണ്. ഓരോ ദിവസവും നിങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടു പോകുന്ന ഒരു യാത്ര. അവിടെ നിങ്ങളുടെ പഴയ പാറ്റേണുകളും ഭയങ്ങളും പരിമിതികളും നിങ്ങൾ പതുക്കെ പിന്നിലാക്കുന്നു. ഈ യാത്രയുടെ ഏറ്റവും മനോഹരവും അവസാനത്തേതുമായ സത്യം, നിങ്ങൾ ചിന്തിക്കുന്ന ആളല്ല നിങ്ങൾ. നിങ്ങളുടെ ഐഡന്റിറ്റി അല്ല നിങ്ങൾ. നിങ്ങൾ അതിനേക്കാൾ വളരെ ആഴമുള്ളവനാണ്. നിങ്ങളുടെ ശ്വാസം നിങ്ങളെ ആ ആഴത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വഴിയാണ്. നിങ്ങളുടെ ശ്വാസവുമായി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് വേർപെടുന്നു. നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ വേർപെടുമ്പോൾ നിങ്ങൾ ആദ്യമായി സ്വതന്ത്രനാകുന്നു.